നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ. നേരായൊരു നൽ മാനസവും തീർത്തരുൾകന്നിൽ ദേവാ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ. നേരായൊരു നൽ മാനസവും തീർത്തരുൾകന്നിൽ ദേവാ. കർത്താവിനെ മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ കർത്തൃപകല്, പുതിയ വർഷത്തിന്റെ 10ാമത്തെ ദിനം കർത്താവ് നമുക്ക് നൽകി തന്നതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തിനെ മഹത്വം കരയേറ്റുന്നു. ദൈവസന്നിധിയിൽ പുതിയ വർഷത്തിൽ എഴുന്നേറ്റ് നിൽക്കുവാനും ദൈവമക്കളോട് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ കർത്താവ് നൽകിയ വിലപ്പെട്ട സമയങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് ദൈവപാദപീഠത്തിലായിരിക്കുന്ന അനുഗ്രഹീതരും ബഹുമാന്യരുമായ എല്ലാ ദൈവമക്കളും ഈ ശബ്ദം വിവിധ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധിക്കുന്ന അനുഗ്രഹീതരായ എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നിശ്ചലമുള്ള നാമത്തിൽ സ്നേഹവും വന്ദനവും ഹൃദയംഗമായി അറിയിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷ ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ പ്രാർത്ഥനാപൂർവ്വം എല്ലാവരുമായിരിക്കണം. എല്ലാ കാര്യങ്ങളും ഒരു നിമിഷം ഒന്ന് ഉയർത്തിപ്പിടിച്ച് അല്പസമയങ്ങളൊന്ന് സ്തോത്രം ചെയ്താൽ കർത്താവ് ഇന്ന് പകലിൽ ഈ വർഷത്തിന്റെ 10ാമത്തെ പകൽ നമ്മളോട് സംസാരിക്കുകയും നമ്മളോട് ഇടപെടുകയും ആലോചനകൾ അറിയിക്കുകയും ചെയ്യുവാൻ എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, 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 സ്തോത്രം. 51ാമത്തെ സങ്കീർത്തനം നാം ദൈവസന്നിധിയിൽ ഇവിടെ പാടുവാനിടയായി തീർന്നു. ആ 51ാമത്തെ സങ്കീർത്തനത്തിൽ നിന്നാണ് ഇന്ന് പകൽ ദൈവിക ആലോചന നൽകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നതും എൻ്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗം ദൈവജനത്തോട് അർപ്പിക്കുവാൻ ആ നിലകളിൽ പ്രേരണയുള്ള ഒരു വചനം അർപ്പിക്കുന്നു. 51ാമത്തെ സങ്കീർത്തനം അതിന്റെ 12ാമത്തെ തിരുവെഴുത്ത് ഇവിടെ പരസ്യമായിട്ട് വായിക്കാമല്ലോ. 51ന്റെ 12. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. ആ ഒരു ചിന്തയാണ് നാം ഇന്നത്തെ ഈ സഭായോഗത്തിൽ ദൈവമക്കളുമായിട്ട് പങ്കുവെക്കുന്നത്. വളരെ പരിമിത സമയങ്ങളിലുള്ള ശുശ്രൂഷയാകൊണ്ട് സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലമൊന്നും ഞാൻ വിശദമാക്കുന്നില്ല. അതതിന്റെ തലക്കെട്ടിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലങ്ങൾ അറിയാവുന്ന ദൈവമക്കളുമാണ് ഈ സന്ദേശം കേൾക്കുന്നവരും അപ്പോൾ തന്നെ സഭായോഗത്തിൽ പങ്കുചേരുന്നവരും. വചനം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണം. Restore to me the joy of your salvation. പുനഃസ്ഥാപിക്കുവാനിടയാകണം. ബന്ധം വിച്ഛേദിച്ചു പോയത് ഒന്ന് പുനഃസ്ഥാപിക്കുവാനായിട്ട് ഇടയായിത്തീരണം. അല്ലെങ്കിൽ നഷ്ടമായതെനിക്ക് തിരികെ പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരണം. ആ ആശയം ദൈവമക്കൾക്ക് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു. തിരിച്ചു ചിലത് പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരണം. ഇതൊരു പുതിയ വർഷത്തിന്റെ ആരംഭവും 10ാം ദിനവും 2ാം കർത്തൃപകലുമാകയാണ്. ഇന്ന് പകൽ ഞാൻ ദൈവജനത്തോട് ആത്മനിയോഗത്തിൽ വിളിച്ചു പറയട്ടെ, 2021 തിരികെ പ്രാപിക്കേണ്ട അനുഭവങ്ങളെ നാം തിരികെ പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരണം. സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലത്തിൽ തിരികെ പ്രാപിക്കേണ്ടത് തന്നെ സന്തോഷമാണ്. എനിക്ക് തിരികെ പ്രാപിക്കേണ്ടത് രക്ഷയുടെ സന്തോഷമാണ് മടക്കി പ്രാപിക്കേണ്ടത്. അപ്പോൾ ഒന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു, കർത്താവേ
രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, ഒന്ന് പുനഃസ്ഥാപിച്ചു തരണമേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇപ്പോൾ സന്തോഷം എന്ത് ചെയ്തിരിക്കുന്നു? നഷ്ടമായി പോയിരിക്കുന്നു. ബാക്ക് ടു ദ ജോയ് ഓഫ് സാൽവേഷൻ. രക്ഷയുടെ സന്തോഷത്തിലേക്ക് എനിക്ക് തിരികെ വരണം. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാ ദൈവമക്കളെ? ഇപ്പോൾ എന്ത് പറ്റിയിരിക്കുകയാണ്? ആ സന്തോഷം എനിക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എന്താണ്? സന്തോഷം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പല നിലകളിൽ എന്റെയും നിങ്ങളുടെയും സന്തോഷം നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ഒരു കൊച്ചു വേദന വന്നാൽ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ജോലിയിൽ ഒരു പ്രയാസം വന്നാൽ മതി സന്തോഷം നഷ്ടപ്പെട്ടു പോകാറുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അറിയാം, കഴിഞ്ഞ മാർച്ച് മാസത്തിൽ അവർക്ക് അവധിയായിരുന്നു. ജൂണിൽ അവര് സ്കൂളിൽ പോകാമെന്ന് ആകാംക്ഷയോടെ കാത്തിരുന്നു. ജൂൺ മുതൽ ഈ ജനുവരി 10 വരെയുള്ള സമയങ്ങളെ കുറിച്ച് അവർ ചോദിച്ചാൽ അവർ പറയും, നമുക്ക് സന്തോഷമില്ല, ഞങ്ങളുടെ സന്തോഷത്തെ ഒന്ന് തിരികെ പ്രാപിക്കണം. കാരണം ഞങ്ങൾക്ക് സ്കൂളിൽ പോകുന്നതാണ് സന്തോഷം. വീട്ടിൽ ഇരുന്ന് ഞങ്ങള് ബോറടിച്ചു. ഞങ്ങളുടെ പപ്പായും മമ്മിയും വഴക്ക് പറയുന്നത് കേട്ട് ഞങ്ങള് ബോറായി മാസ്റ്റങ്ങളെ അവര് പറയും. ഞങ്ങൾക്ക് സ്കൂളിൽ ചെന്ന് ഞങ്ങളുടെ കൂട്ടുകാരെ ഒന്ന് കണ്ടെങ്കിലേ, അവരുമായിട്ടൊന്ന് സംസാരിച്ചെങ്കിലേ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. ഞങ്ങളുടെ അധ്യാപകരെ ഒന്ന് കണ്ടെങ്കിലേ ഞങ്ങൾക്ക് സന്തോഷമുള്ള. എത്ര നാളായി ടീച്ചർമാരെ കണ്ടിട്ട്, എത്ര നാളായി കൂട്ടുകാരെ കണ്ടിട്ട്. അവരോട് ചോദിച്ചാൽ പറയും, ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾക്കിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. യൗവനക്കാരോട് ചോദിച്ചാൽ പറയും, പഠിക്കുന്ന കുഞ്ഞുങ്ങളാകട്ടെ, ജോലി ചെയ്യുന്നവരാകട്ടെ, എന്തിന് ആരാധനയിൽ വന്നിരിക്കുന്നവരോട് ചോദിച്ചാൽ പറയും, പാസ്റ്ററേ എത്ര നാളായി ഒന്ന് കൈ കൊടുത്തിട്ട്, എത്ര നാളായി ഒന്ന് വിശുദ്ധ ചുംബനം ചെയ്തിട്ട്, എത്ര നാളായി ഒന്ന് അടുത്ത് ഇരുന്നിട്ട്. ആ സന്തോഷം നമുക്ക് കുറഞ്ഞു പോയിരിക്കുന്നു. എന്നാൽ അത് തിരികെ പ്രാപിക്കുവാൻ ഇടയായിട്ടുണ്ട്. ഇങ്ങനെ ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങളിലും സന്തോഷങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. സങ്കീർത്തനത്തിൽ സന്തോഷം നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വിശദീകരണം 51-ാം സങ്കീർത്തനത്തിലെ 4-ാമത്തെ വചനത്തിൽ അത് കാണുവാനായിട്ടിടയായി തീരുന്നു. എങ്ങനെ സന്തോഷം നഷ്ടപ്പെട്ടു പോയി, എങ്ങനെയാണ് ഈ സന്തോഷം ഇല്ലാതെയായി പോയതെന്ന് അവിടെ കാണുന്നുണ്ട്. 51-ാം സങ്കീർത്തനത്തിലെ 4-ാമത്തെ വാക്യം ഒരാളെ വായിക്കുമല്ലോ. ശ്രദ്ധിച്ചേ, എന്തുകൊണ്ടാണ് സന്തോഷം നമ്മുടെ സങ്കീർത്തനത്തിൽ നഷ്ടപ്പെട്ടു പോയത്? 51-ാം സങ്കീർത്തനത്തിൽ രക്ഷയുടെ സന്തോഷം മടക്കി തരണമെന്ന് പറയാനുള്ള കാരണം എന്താണ്? അവരൊക്കെ പറഞ്ഞാട്ടെ. 4-ാം വചനത്തിൽ പറഞ്ഞിരിക്കുന്നു, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായത് ഞാൻ ചെയ്തു വരിക്കുന്നു. Against you, you only have I sinned and done what evil in your sight. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് വളരെ പ്രസക്തമാണ്. ഞാനൊന്ന് നോട്ട് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ ഇങ്ങനെയാണ്, Against you, you only have I sinned and done what is evil in your sight. ശ്രദ്ധിക്കൂ, നിന്റെ സന്നിധിയിൽ, നിന്റെ നോട്ടത്തിൽ പൈശാചികമായത്, ദൈവത്തിന് അനിഷ്ടമായത് ഞാൻ എന്ത് ചെയ്തു? ഞാനത് എന്താണെന്ന് വിശദമാക്കണ്ടല്ലോ. സ്തോത്രം. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് ചെയ്തു, ദൈവത്തിന് ഹിതമല്ലാത്തത് ഞാൻ ചെയ്തു. ആരോട് ചെയ്തു? ആരോട് ചെയ്തു? നിന്നോട്. you only have I sinned. നിന്നോട് തന്നെ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? അനിഷ്ടമായി ചെയ്തിരിക്കുന്നു. അനിഷ്ടമെന്ന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നെങ്കിൽ ക്ഷമിക്കണം,
മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നെങ്കിൽ ഇംഗ്ലീഷിൽ അത് വാട്ട് ഈസ് ഈവിൾ ഇൻ യുവർ സൈറ്റ്. ദുഷ്ടത, പൈശാചികമായത്, പൈശാചികമായ പ്രവൃത്തികളെ ഹല്ലേലൂയ ആര് ചെയ്തു? ഞാൻ ചെയ്തിരിക്കുന്നു. ശ്രദ്ധിക്കൂ. അപ്പൊ സന്തോഷം നഷ്ടപ്പെട്ടതിന്റെ കാരണം എന്താ? കുഞ്ഞെ, സന്തോഷം നഷ്ടപ്പെട്ടതിന്റെ കാരണം എന്താ? ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ദൈവത്തിന് അനിഷ്ടമായത് ഞാന് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണ് സന്തോഷം നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം എന്താണ്? ദൈവമക്കൾ പറയൂ, സന്തോഷം നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം എന്താണ്? ദൈവത്തിന് അനിഷ്ടമായത്, ദൈവത്തിന് ഇഷ്ടമല്ലാത്തത്, ദൈവത്തിന് ഹിതമല്ലാത്തത് ആര് ചെയ്തു? ഞാൻ ചെയ്തുവെന്ന് സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നെങ്കിൽ സന്തോഷം പോയതിന്റെ കാരണം എന്താണ്? ദൈവത്തിന് അനിഷ്ടമാണ്. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, ജീവിതത്തിലെ ആത്മീയ സന്തോഷങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത് എപ്പോഴാണ്? ദൈവത്തിന് അനിഷ്ടമായത് ചെയ്യുമ്പോൾ ആത്മീയ സന്തോഷം നഷ്ടപ്പെട്ടു പോവുകയാണ്. അതിന്റെ അർത്ഥം ഇന്നലെ വരെ എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ 2 ശമൂവേലിന്റെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്ന ബത്ശേബയുടെയും അനുഭവങ്ങൾ, താൻ ദൈവസന്നിധിയിൽ അകന്നുപോയ അനുഭവങ്ങൾ, അതുവരെയുള്ള അനുഭവങ്ങളിൽ താൻ എങ്ങനെയായിരുന്നു? ദൈവസന്നിധിയിൽ സന്തോഷമായിരുന്നു. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, തന്റെ സന്തോഷം നഷ്ടപ്പെടുവാനായിട്ടിടയായിത്തീർന്നു. സന്തോഷം നഷ്ടപ്പെടുന്നത് എപ്പോഴാണ്? ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുമ്പോൾ. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ദൈവം നോക്കുമ്പോൾ ദൈവത്തിന് അനിഷ്ടമായത് പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ സന്തോഷം കുറഞ്ഞു പോകുവാനായിട്ടിടയായിത്തീരുന്നു. അതിനുള്ള പ്രതിവിധി എന്താണ്? അതിനുള്ള പ്രതിവിധി? അതാണ് ഈ സങ്കീർത്തനത്തിൽ വിശദീകരിക്കുന്നത്. ഞാനിങ്ങനെ വിളിച്ചു പറയാം, Back to the joy of salvation എന്ന് പറഞ്ഞാൽ രക്ഷയുള്ള സന്തോഷത്തിലേക്ക് മടങ്ങി വരിക. അതിന് ചെയ്യേണ്ടത് back to repentance, അനുതാപത്തിലേക്ക് മടങ്ങി വരിക. ഹല്ലേലൂയ, ആമേൻ പറയാമോ? സന്തോഷം മടക്കി കിട്ടുവാനുള്ള, റിസ്റ്റോർ ചെയ്യുവാനുള്ള, തിരികെ ലഭിക്കുവാനുള്ള ആദ്യത്തെ പടി എന്താണ്? Back to repentance. അതാണ് 4-ാം വാക്യത്തിൽ പറഞ്ഞത്. നിന്നോട് തന്നെ you only have I sinned. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തിരിക്കുന്നു. ജീസസ്, എത്ര പേർക്ക് ഇന്ന് പകൽ മനസ്സിലാകുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റാരോടുമല്ല, ദൈവത്തോട് തന്നെ ഞാൻ ദൈവത്തിന് അനിഷ്ടമായ നിലകളിൽ ഞാൻ പ്രവർത്തിച്ചിരിക്കുന്നു. അതിനുള്ള പ്രതിവിധി, അതിന്റെ റെമഡി എന്ന് പറയുന്നത്, പരിഹാരം എന്ന് പറയുന്നത്, ഒന്നാമത്തേത് repentance. Back to the joy of salvation is equal to back to joy. Repentance. Back to repentance. മനസ്സാന്തരത്തിലേക്ക്, അനുതാപത്തിലേക്ക് മടങ്ങി വരിക. അതാണ് 1-ാം വാക്യത്തിൽ തുടങ്ങിയിരിക്കുന്നത്. ദൈവമേ, എന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ക്കണം, ഇല്ലാതാക്കണം. കാരണം സന്തോഷത്തിന്റെ മേൽ എന്ത് വീണു? കരി വീണു. സന്തോഷത്തിന്റെ മേൽ പ്രതിസന്ധികൾ വരുവാനായിട്ടിടയായി തീർന്നു. അതുകൊണ്ട് അത് വായിച്ചു കളയണം. Back to repentance. Back to restoration എന്ന് പറഞ്ഞാൽ യഥാസ്ഥാനത്തിലേക്ക് എന്ത് ചെയ്യുക? പഴയ അനുഭവത്തിലേക്ക് മടങ്ങി വരിക. യഥാസ്ഥാനപ്പെടുക, പഴയ അനുഭവത്തിലേക്ക് മടങ്ങി വരിക. Back to pray. പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരിക.
അനുതാപത്തിലേക്കും മടങ്ങി വരിക, പ്രാർത്ഥനയിലേക്കും ആരാധനയിലേക്കും മടങ്ങി വരിക. ഇന്നലെ വരെ ആരാധനയിൽ സന്തോഷമുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് ആരാധിക്കുമ്പോൾ ഒരു സന്തോഷമില്ല. സന്തോഷമില്ലാത്തത് എന്താണ്? എല്ലാ കരങ്ങളും ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദൈവത്തിൽ സന്തോഷമില്ലാതെ ഇരിക്കരുത്. സ്തോത്രം. ഇന്ന് നഷ്ടമായത് തിരികെ പ്രാപിക്കണം. നഷ്ടമായത് എങ്ങനെയെന്നുള്ളൊരു ബാക്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ 2021 10ാമത്തെ ദിനം ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവജനമേ, കഴിഞ്ഞ നാളുകളിൽ നഷ്ടമായത് നീ തിരികെ പ്രാപിക്കുന്ന ഒരു പകലായി മകൻ മാറണം. സന്തോഷം മടങ്ങി പ്രാപിക്കണം, സന്തോഷം തിരികെ പ്രാപിക്കണം. എത്ര പേര് തയ്യാറാകുന്നുണ്ട്? എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഈ 10ാമത്തെ ദിനത്തിൽ എന്റെ നഷ്ടമായ സന്തോഷം എനിക്ക് തിരികെ തരണം. എന്റെ കുടുംബത്തിന്റെ സന്തോഷം എനിക്ക് തിരികെ തരണം. കുടുംബ ജീവിതത്തിന്റെ സന്തോഷം എനിക്ക് തിരികെ തരണം. എന്റെ എന്താണ് കഴിഞ്ഞ നാളുകളിൽ നഷ്ടമായി പോയത് അതെനിക്ക് മടക്കി തരണം. ഈ 2021 അത് മടക്കി തരുമെന്ന് വിശ്വസിക്കുന്നവരെ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരോട് പ്രാർത്ഥിച്ച് 2021 മടക്കി പ്രാപിക്കണം, 2021 മടക്കി പ്രാപിക്കണം, 2021 മടക്കി പ്രാപിക്കണം, തിരികെ പ്രാപിക്കണം. എന്താ നഷ്ടമായി പോയത് അത് തിരികെ പ്രാപിക്കണം. എത്ര പേര് തയ്യാറാക്കുന്നുണ്ട്? എത്ര പേര് തയ്യാറാകുന്നു? ദൈവ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ നഷ്ടപ്പെട്ട സന്തോഷത്തെ തിരികെ പ്രാപിക്കുന്ന ഒരു പകലായിട്ട് ഇത് മാറണം. കരങ്ങളെ ഉയർത്തിക്കൊണ്ടെന്ന് പറയാമോ? കർത്താവേ, എന്റെ സന്തോഷത്തിലേക്ക് എന്നെ ഒന്ന് മടക്കി വരുത്തണമേ എന്ന്. ഈ 2021 ആരംഭ ദിനങ്ങളിൽ തന്നെ ഈ 2021 എവിടെയാണ് നഷ്ടങ്ങൾ വന്നത്? എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടു പോയത്? അത് ഭൗതികത്തിലാകട്ടെ, ആത്മീയത്തിലാകട്ടെ, ശാരീരിക വിഷയത്തിലാകട്ടെ, കുടുംബത്തിലാകട്ടെ, നഷ്ടമായി പോയത് തിരികെ തരണമെന്ന് എത്ര കരങ്ങൾ ഉയർത്തി ഒരു സ്തോത്രം പറയും. തിരികെ തരണമേ, തിരികെ തരണമേ, തിരികെ തരണമേ. ജീസസ്, back to the place of repentance, back to the place of worship, back to the place of tears. കണ്ണുനീരിന്റെ സ്ഥലത്തിലേക്ക് വരിക, ആരാധനയുടെ സ്ഥലത്തിലേക്ക് വരിക. സന്തോഷത്തെ മടക്കി തരുവാൻ ദൈവം മതിയായവനാണ്. 2020 ഒരുപക്ഷെ വേണ്ടവണ്ണം പ്രാർത്ഥന, വേണ്ടവണ്ണം ആരാധനയില്ലാതെ സന്തോഷങ്ങൾ കുറഞ്ഞു പോയെങ്കിൽ ഈ 2021 10ാമത്തെ ദിവസം ഞാൻ വിളിച്ചു പറയട്ടെ, back to the place of blessing. അനുഗ്രഹത്തിന്റെ സ്ഥലത്തിലേക്ക് മടങ്ങി വാ, അനുഗ്രഹത്തിലേക്ക് മടങ്ങി വാ. അതിന് നിന്നെ പ്രാപ്തനാക്കുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ്, സന്തോഷത്തെ തിരികെ തരുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ് ഞാൻ നിങ്ങളെ അടുത്ത് വന്നിരിക്കുന്നത്. ഇന്ന് പകൽ ഞാനത് ആത്മാവിൽ വിളിച്ചു പറയുമ്പോൾ സന്തോഷത്തെ തിരികെ പ്രാപിക്കുവാൻ ഒരുപക്ഷെ 20 നഷ്ടപ്പെട്ടല്ല, 2019 നഷ്ടപ്പെട്ടു പോയത്, 18 നഷ്ടപ്പെട്ടു പോയത്, 17 നഷ്ടപ്പെട്ടു പോയത്, ജീവിതത്തിൽ അകന്നു പോയ പലതുമുണ്ട് കേട്ടോ. അകന്നു പോയത് മടക്കി തരണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? അകന്നു പോയത് തിരികെ പ്രാപിക്കണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? ചില ബന്ധങ്ങളായിരിക്കും ജീവിതത്തിൽ അകന്നു പോയത്, ചില കുടുംബ ബന്ധങ്ങളായിരിക്കും അകന്നു പോയത്, ചില സന്തോഷങ്ങളായിരിക്കും, അല്ല ചില ജോലിയിലെ സന്തോഷങ്ങളായിരിക്കും അകന്നു പോയത്. അതോ രക്ഷയുടെ സന്തോഷമാണോ? ആത്മീയത്തിൽ നീ അകന്നു പോയോ? എനിക്ക് പ്രാപിക്കണം. എത്ര പേരും കരമുയർത്തി ഒരു തുള്ളി കണ്ണുനീരോടെ പറയും, കർത്താവ്, ഇന്ന് പകൽ എനിക്കതൊന്ന് പ്രാപിക്കണം, ആ സന്തോഷം എനിക്ക് തിരികെ പ്രാപിക്കണം. Back to the joy of salvation. എനിക്ക് ആ സന്തോഷം എനിക്കൊന്ന് തിരികെ പ്രാപിക്കണമെന്ന് എത്ര പേര് അല്പസമയങ്ങളൊന്ന് സ്തോത്രം ചെയ്ത് പറയുവാനായി ഇടയായി തരൂ. പ്രാപിക്ക്, തിരികെ പ്രാപിക്ക്, തിരികെ പ്രാപിക്ക്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നത്, തിരികെ പ്രാപിക്ക്. ഹല്ലേലൂയ. എനിക്കത് തിരികെ തരണം. Restore to me the joy of your salvation. പറഞ്ഞാൽ നിന്റെ സന്തോഷം. എത്ര പേര് മനസ്സിലാക്കും? ജീസസ്, ഹല്ലേലൂയ. Your joy, നിന്റെ സന്തോഷം, കർത്താവിന്റെ സന്തോഷം എനിക്ക് വേണമെന്ന് പറയാൻ എത്ര പേര് തയ്യാറാണ്? ഈ ലോകത്തിന്റെ സന്തോഷത്തിലായിരിക്കാം പലപ്പോഴും നാം ആശ്രയിക്കുന്ന നമുക്കുള്ള വാഹനം, നമുക്കുള്ള സമ്പത്ത്, നമുക്കുള്ള വീട്, നമ്മുടെ ജോലി,
നമുക്കുള്ള സാഹചര്യങ്ങൾ, ഈ ലോകത്തിലുള്ള ഭൂസ്വത്തോ മക്കളെയോ എന്ന് വേണ്ട ഈ ലോകത്തിലുള്ള ചിലതിനെയൊക്കെ നോക്കിക്കൊണ്ട് ചിലപ്പോൾ നാം സന്തോഷിക്കാറുണ്ട്. തിരുത്തി ഞാൻ പറയട്ടെ, നിനക്ക് വേണ്ടുന്നത് ഈ ലോകത്തിന്റെ സന്തോഷത്തെക്കാൾ അപ്പുറത്തായിട്ട് കർത്താവിൻ പ്രിയരെ നിങ്ങൾക്കിന്ന് മകൾ വേണ്ടിയിരിക്കുന്നത് കർത്താവിന്റെ സന്തോഷമാണ്. ആ കർത്താവിന്റെ സന്തോഷം എനിക്കൊന്ന് മടക്കി തരണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കുവാനായി ഇടയായി തീരും. നഷ്ടമായി തിരികെ പിടിക്കുവാൻ കഴിയും. നഷ്ടമായി തിരികെ പിടിക്കുവാൻ പരിശ്രമങ്ങളിലൂടെയും ആത്മീയ ജീവിതത്തിലൂടെയും അതിനെ സഹായിക്കും. ഈ ലോകത്തിൽ അസാധ്യമായിട്ടൊന്നുമില്ല. ഇന്ന് കൊച്ചു കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ നമ്മുടെ സൺഡേ സ്കൂളിലെ പരീക്ഷ എഴുതാൻ തയ്യാറായിരിക്കുന്ന കുഞ്ഞുങ്ങളുമൊക്കെ എന്റെ മുൻപിൽ ഇരിക്കുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി കൂടെ ഒരു കാര്യം പറയട്ടെ. സോഷ്യൽ മീഡിയയിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിപ്പാനിടയായ ഒരു ചെറിയ വീഡിയോ ശകലത്തിൽ നിന്നാണ്. നിങ്ങൾ ചിലർ കേട്ടോ എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെയാണ് അറിയുവാനിടയായി തീർന്നത്. ഒരു കൊച്ചുകുട്ടിയായിരിക്കെ 14-ാമത്തെ വയസ്സിൽ ശൈശവ വിവാഹത്തിന് വേണ്ടി വിധിക്കപ്പെട്ട ഒരു കുട്ടി 14-ാം വയസ്സിൽ വിവാഹം കഴിഞ്ഞു. ഡിണ്ടിഗൽ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച ആ പെൺകുട്ടി 18 വയസ്സായപ്പോഴേക്കും 2 കുട്ടികളുടെ അമ്മയായി. ആ കുട്ടിയുടെ ഭർത്താവ് ഒരു പോലീസ് കോൺസ്റ്റബിൾ ആയി. പോലീസ് കോൺസ്റ്റബിൾ ആയതുകൊണ്ട് ഒരു ദിവസം ഈ ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോയി പരേഡ് കാണിപ്പാനിടയായി തീർന്നു. പരേഡ് കാണിപ്പാനിടയായി തീർന്നപ്പോൾ തന്റെ ഭാര്യ ഭവനത്തിൽ മടങ്ങി വന്നപ്പോൾ ഇങ്ങനെ ചോദിച്ചു, തന്റെ പ്രിയപ്പെട്ടവരോട് ചോദിച്ചു, നിങ്ങൾ ആരെയാണ് സല്യൂട്ട് ചെയ്തത്? നിങ്ങൾ ആരെയാണ് സല്യൂട്ട് ചെയ്തത്? ഉടനെ ഭർത്താവിന്റെ മറുപടി, അല്ലെങ്കിൽ ആ പോലീസ് കോൺസ്റ്റബിളിന്റെ മറുപടി ഇങ്ങനെ, DGP DIG റാങ്കിലുള്ളവരെയൊക്കെയാണ് ഞാൻ സല്യൂട്ട് ചെയ്യുവാൻ ഇടയായി തീർന്നത്. ഉടനെ ഈ 18 വയസ്സ് കഴിഞ്ഞ ഈ പെൺകുട്ടി പറഞ്ഞത് എന്താണെന്നറിയാമോ? എനിക്കും സല്യൂട്ട് വേണം, എനിക്കും സല്യൂട്ട് വേണം എന്ന് പറഞ്ഞാൽ എന്നെയും ചിലര് സല്യൂട്ട് ചെയ്യണം. ഭർത്താവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് നിനക്ക് സാധിക്കത്തില്ല. കാരണം പ്രാഥമിക വിദ്യാഭ്യാസമാകുന്ന 10ാം ക്ലാസ് പോലും നീ കഴിഞ്ഞിട്ടില്ല, പാസ്സായിട്ടില്ല. വീണ്ടും ആ പെൺകുട്ടി പറഞ്ഞു, എനിക്കും എന്താ വേണം? സല്യൂട്ട് വേണം, എനിക്കും സല്യൂട്ട് വേണം. ഇന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ പരിശ്രമത്തിന്റെ വലിപ്പം നിങ്ങൾ കൂട്ടണം. നിങ്ങളുടെ പരിശ്രമത്തിന്റെ ആഴങ്ങൾ നിങ്ങൾ കൂട്ടണം. ആ കുട്ടിയുടെ നിർബന്ധത്താൽ ഭർത്താവ് പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ നൽകി. 10ാം ക്ലാസ് എഴുതിപ്പിച്ചു, പാസ്സായി. 12ാം ക്ലാസ് എഴുതിപ്പിച്ചു, പാസ്സായി. ഡിഗ്രി എഴുതിപ്പിച്ചു, പാസ്സായി. ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് IPSന്റെ കോച്ചിങ്ങിന് പോകണം. അതിനെ ഡിണ്ടിഗൽ പോലെയുള്ള സ്ഥലങ്ങളിലൊന്നും അതിന് കഴിയുന്നില്ല. അതിന് മദ്രാസിൽ പോയി അതിനെ IPSന്റെ കോച്ചിങ്ങിന് വിടുവാനിടയായി തീർന്നു. 1ാമത്തെ ടെസ്റ്റിൽ ഫെയിലായി, 2ാമത്തെ ടെസ്റ്റിൽ ഫെയിലായി, 3ാമത്തെ ടെസ്റ്റിലും ഫെയിലായി. ഉടനെ വീട്ടുകാരൊക്കെ പറഞ്ഞു, തിരികെ പോരെ, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഡിണ്ടിഗലിൽ ജോലി നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ആ പെൺകുട്ടി ഒരു പ്രാവശ്യം കൂടെ ചോദിച്ചു, തന്റെ പ്രിയപ്പെട്ടവരോട് കെഞ്ചി, ഞാൻ ഒന്നുകൂടെ ഒന്ന് എഴുതിക്കോട്ടെ, ഞാൻ ഒന്നുകൂടെ ഒന്ന് എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചു. 4ാമത്തെ തവണ കഠിന പരിശ്രമത്തിനൊടുവിൽ അവർ IPS എഴുതുവാനിടയായി തീർന്നു. 4ാമത്തെ ടെസ്റ്റിൽ IPS പാസ്സാകുവാനിടയായി. IPS പാസ്സായി. സമയപരിമിതി ഞാൻ ചുരുക്കമായിട്ടത് പറയട്ടെ. അവരാണ് മുംബൈയിൽ ഇന്ന് DCP ആയിരിക്കുന്ന അംബിക മാഡം എന്ന് പറയുന്നത്. എനിക്കറിയത്തില്ല, ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ കേട്ടതാണ്. മുംബൈയിൽ DCP ആയിരിക്കുന്ന അംബിക മാഡം എന്ന് പറഞ്ഞ് 100 കണക്കിന് ആളുകൾ സല്യൂട്ട് ചെയ്യുന്ന
ഒരമ്പിയ മാനമായിട്ടവരും മാറിയെങ്കിൽ എന്റെ മുൻപിലിരിക്കുന്ന യുവാക്കളെ നോക്കി, കുഞ്ഞുങ്ങളെ നോക്കി, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കി ഞാൻ പറയട്ടെ, നിങ്ങളുടെ മുൻപിൽ സാധ്യതയുണ്ട്. നിങ്ങളുടെ വഴികൾ അടഞ്ഞു പോയിട്ടില്ല. നിങ്ങളുടെ പരിശ്രമിച്ചാൽ ഇനിയും നിങ്ങളുടെ മുൻപിൽ വഴികളുണ്ട്. നിങ്ങൾ പറയാമോ എനിക്കും സല്യൂട്ട് വേണമെന്ന്? എനിക്കും സല്യൂട്ട് വേണമെന്ന് പറയാൻ നിങ്ങൾ എത്ര പേർക്ക് തയ്യാറാകും? അല്ല, എനിക്ക് ഉയർച്ചകൾ വേണം. നഷ്ടമായി ഞാൻ തിരികെ പിടിക്കും. എന്റെ വിദ്യാഭ്യാസത്തിൽ എനിക്ക് കുറവുള്ളത് ഞാൻ തിരികെ പിടിക്കും. വാശിയോടെ പരിശ്രമിച്ചാൽ അസാധ്യമായ ഒന്നുമില്ല ദൈവമക്കളെ. ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് അതിന് കഴിഞ്ഞെങ്കിൽ പ്രാർത്ഥനയുടെ പിൻബലമുള്ള രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട് ഞാൻ ഇന്ന് മകൾ അർപ്പിക്കട്ടെ, നിന്റെ പരിശ്രമങ്ങൾ വൃഥാവായി പോകത്തില്ല. നിനക്ക് എവിടെയാണ് നഷ്ടം വന്നത്? ഇന്ന് മകൾ തിരിച്ചു പിടിക്കുവാനൊരു വാശി വേണം. നഷ്ടമായി തിരികെ പിടിക്കുമെന്ന് ഇന്ന് മകൾ തീരുമാനമെടുക്കുന്നവരെ കരമൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? എന്റെ പ്രാർത്ഥന നഷ്ടമായെങ്കിൽ ഞാൻ തിരികെ പിടിക്കും. എന്റെ ആരാധന സന്തോഷം നഷ്ടമായെങ്കിൽ ഞാൻ തിരികെ പിടിക്കും. എന്റെ വിദ്യാഭ്യാസത്തിൽ പോരായ്മ വന്നെങ്കിൽ ഞാൻ തിരികെ പിടിക്കും. എനിക്കും ചിലത് വേണം. എന്റെ പേരിനോടുകൂടെ ചിലത് വേണം. DGP എന്നോ ഡോക്ടർ എന്നോ IAS എന്നോ IPS എന്നോ പാസ്റ്റർ എന്നോ അല്ല, മാന്യതയുടെ ഒരു സ്ഥാനത്തെ എന്റെ പേരിനിപ്പുറം നേടിയെടുക്കണമെന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ. ആഗ്രഹിക്കുന്നവർക്ക് കരമുയർത്തിപ്പിടിച്ചോട്ടെ. ഹല്ലേലൂയ. ഈ ഉയർത്തപ്പെട്ട കാര്യങ്ങളുടെ മേൽ എവിടെയാണ് നഷ്ടപ്പെടുവാൻ ഇടയായി തീർന്നത് അത് പ്രാപിക്കണം. അത് പ്രാപിക്കണം. 20 നഷ്ടമായി പോയെങ്കിൽ 21 പ്രാപിക്കൂ. അത് മടക്കി തരുന്നത് ദൈവമാണ്. അത് മടക്കി തരുന്നത് കർത്താവാണ്. അത് മടക്കി തരുന്നത് എന്റെ യേശുവാണ്. മടക്കി തരുവാൻ കർത്താവ് മതിയായവൻ. എത്ര പേര് കരമുയർത്തി ഹല്ലേലൂയ പറയും? ഹല്ലേലൂയ. നഷ്ടമായത് തിരികെ പ്രാപിക്കണമെങ്കിൽ ഒന്നാമത് ഏറ്റു പറയണം. അതാണ് ഞാൻ പറഞ്ഞ ബാക്ക് ടു റിപ്പന്റൻസ്. പ്രാർത്ഥനയിലേക്ക്, ആരാധനയിലേക്ക് മടങ്ങി വരും. സ്വഭാവ രൂപീകരണത്തിലേക്ക് മടങ്ങി വരണം. ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്. മനോഭാവങ്ങളെ മാറ്റുവാനായി ഇടയായി തീരണം. ഇപ്പോഴത്തെ അനുഭവത്തിൽ നിന്ന് തിരികെ തരുവാൻ ദൈവം മതിയായവനാണ്. വളരെ വേഗത്തിൽ നഷ്ടമായി പോയതും തിരികെ പ്രാപിച്ച അനേക അനുഭവങ്ങളിൽ നിന്ന് ചിലതൊന്ന് ദൈവമക്കളെ വരച്ചു കാണിക്കാം, ഓടിച്ചു പറയാം. സ്തോത്രം. തിരുവചനം പരിശോധിച്ചാൽ 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ 9-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഒരു കഴുതയെ നഷ്ടപ്പെട്ട ഒരു സൗലിനെ കുറിച്ച് കാണുന്നുണ്ട്. വിശദമാക്കുന്നില്ല. അത് ദൈവത്താൽ നഷ്ടപ്പെട്ടതാണ്. ചിലത് ദൈവത്താൽ നഷ്ടപ്പെടുത്തും. നിന്റെ ചില ജോലി നഷ്ടപ്പെട്ടത് ദൈവത്താലാണ്. എന്തിനാണെന്നറിയാമോ? നിന്നെ ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കാൻ. സൗലിന്റെ കഴുതകളെ കാണാതെ പോയി. അത് ദൈവത്താൽ സംഭവിച്ചതാണ്. എന്തിനാണെന്നറിയാമോ? നീ വീട്ടിൽ നിറങ്ങണം. നീ ആരാധന സ്ഥലം അന്വേഷിക്കണം. ദൈവപുരുഷനെ അന്വേഷിക്കണം. പാസ്റ്ററെ അന്വേഷിക്കണം. എന്താ സംഭവം എന്നറിയാമോ? നഷ്ടപ്പെട്ടു പോയപ്പോൾ, കഴുത നഷ്ടപ്പെട്ടു പോയപ്പോൾ സംഭവിച്ച എന്താണെന്നറിയാമോ? കഴുത അന്വേഷിച്ച് പുറപ്പെട്ടു പോയി. ചെന്നത്തിന് എവിടെയാണെന്നറിയാമോ? ശമൂവേൽ പ്രവാചകന്റെ അടുത്താണ് എത്തിയത്. വഴി പറഞ്ഞു കൊടുത്തു. വഴി പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്: കഴുത നഷ്ടപ്പെട്ടിട്ടില്ല, എവിടെ തിരികെ ചെന്നിരിക്കുന്നു? കഴുക തിരികെ വേണ്ടി അപ്പന്റെ വീട്ടിൽ ചെന്നിരിക്കുന്നു. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? ഈ 2020 ചിലത് നഷ്ടപ്പെട്ടതർക്ക് നീ ദുഃഖിക്കണ്ട. നീ ആരാധനയിലേക്ക് വാ. ഇനിയും ഇതിനകത്ത് നിന്റെ പ്രായം കഴിഞ്ഞു പോയിട്ടില്ല. ജോലി സാധ്യതകൾ ഉണ്ട്. നിന്റെ പ്രായം കഴിഞ്ഞു പോയിട്ടില്ലെന്നേ. നിനക്ക് ഇനിയും സാധ്യതയുണ്ടെന്നേ. നിനക്ക് മുൻപിരിയും വഴികളുണ്ടെന്നേ. അത് ജോലിയാകട്ടെ, കുടുംബമാകട്ടെ, അടഞ്ഞുപോയ വഴികളാകട്ടെ, കുടുംബജീവനത്തിലെ അനുഗ്രഹങ്ങളാകട്ടെ, പ്രാപിക്കുവാൻ ഇനിയും നിന്റെ മുമ്പിൽ സാധ്യതയുണ്ടെന്നേ. തിരികെ തരണമെന്ന് പറഞ്ഞ് കർത്താവെ തിരികെ തരണമേ. ദൈവം നൽകി തരുവാൻ അധികാരികളാണ്. എത്ര പേര് ആത്മാവിൽ സ്തോത്രം പറയും? എത്ര പേര് ആത്മാവിൽ സ്തോത്രം പറയും? നഷ്ടമായി പോയിട്ടില്ല കേട്ടോ, തിരികെ തരാൻ ദൈവം മതിയായവനാണ്. ആത്മാവിൽ പറഞ്ഞു, ഞാൻ തിരികെ പ്രാപിക്കും, എനിക്കും വേണം സരിയുണ്ടെന്ന്. പ്രാഥമിക വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു പെൺകുട്ടി പറയാൻ ഇടയായെങ്കിൽ, അത് ഈ ഭൂമിയിൽ സ്ഥാപിതമായെങ്കിൽ, ഇന്ന് മകനെ വിളിച്ചു പറയട്ടെ, നീയും പറ, എനിക്കും ചിലത് വേണം, തിരികെ വേണം, തിരികെ വേണം. വേണ്ടവണ്ണം എനിക്ക് കഴിയുന്നാളിൽ കഴിഞ്ഞില്ല, എന്നാൽ എനിക്ക് തിരികെ വേണം കർത്താവേ. വിദ്യാഭ്യാസത്തിൽ നഷ്ടപ്പെട്ടു പോയത് എനിക്ക് തിരികെ വേണം. എത്ര പേര് സ്തോത്രം ചെയ്യും? എത്ര പേര് സ്തോത്രം ചെയ്യും?
ഇയ്യോബിന് ചിലത് നഷ്ടപ്പെട്ടു പോയായിരുന്നു കേട്ടോ. എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇനി നഷ്ടപ്പെടാനൊന്നുമില്ല. തന്റെ ശരീരം കൂടെ തകർന്നു പോയി. നാറ്റം വമിച്ചും ചെറി പിടിച്ചും ചെവന പിടിച്ചും ഒട്ടും കഷണം വച്ച് ചാരത്തിൽ ചുരണ്ടിക്കൊണ്ടിരുന്നു. 10 മക്കളും ദാസന്മാരും 7000 ആടുകളും 3000 ഒട്ടകങ്ങളും 1000 കാളയും 500 പെൺകഴുതകളും എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ ദൈവത്താലായിരുന്നു കേട്ടോ. എന്നാൽ ഇയ്യോബിന്റെ പുസ്തകം 42-ാമത്തെ അധ്യായം 9-ാമത്തെ വചനം പരിശോധിക്കുമ്പോൾ കാണുന്നു, ദൈവം ഇയ്യോബിന്റെ മുഖത്തെ ആദരിച്ചു. ഓ ജീസസ്. എന്നിട്ട് അടുത്ത വചനത്തിൽ ഇങ്ങനെ പറയുന്നത്, അവൻ നഷ്ടമായതെല്ലാം ഇരട്ടിയായി മടക്കി കൊടുത്തു. സന്തോഷത്തെ തിരികെ തരുവാൻ ദൈവം മതിയായവനാണ്. ദൈവത്താൽ ചില നഷ്ടങ്ങൾ വന്നെങ്കിൽ, ദൈവത്താൽ ചില ഭാരങ്ങൾ വന്നെങ്കിൽ, ദൈവം അനുവദിച്ചിട്ട് ചില നഷ്ടങ്ങൾ വന്നത് കേട്ടോ, ഒരു പുതുക്കത്തിന് വേണ്ടിയാണ്, ഒരു റെസ്റ്റോറേഷന് വേണ്ടിയാണ്. ഓ, നിന്റെ റിപ്പന്റിന് വേണ്ടിയാണ്, മാനസാന്തരത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. നഷ്ടമായവർ തിന്നു മകൾ ദുഃഖിക്കാതെ, ഓ ഹല്ലേലൂയ, ഒരു തീരുമാനമെടുക്കുക. ഞാൻ ചോദിക്കട്ടെ, പക്ഷികൾ പറന്നു പോകുമ്പോൾ തൂവലുകൾ താഴേക്ക് വരാറുണ്ടല്ലേ? കണ്ടിട്ടില്ലേ? കോഴികൾ നടന്നു പോകുമ്പോൾ തൂവലുകൾ താഴെ വീഴാറുണ്ട്. പറന്നു പോകുന്ന പക്ഷികൾ ചിലപ്പോൾ മരക്കൊമ്പിൽ ഇരിക്കുമ്പോൾ തൂവലുകളെ കൊത്തയിടാറുണ്ട്. പക്ഷേ പക്ഷിയുടെ ജീവിതം തീർന്നു കഴിഞ്ഞ് അടുത്ത തൂവലതിന് മുളച്ചു. ഒരു പക്ഷിയും ദുഃഖിച്ചിരിക്കാതില്ല, ഒരു തൂവലി കൊഴിഞ്ഞു പോയെന്നും കൊണ്ട് ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നു. ഒരു പേടിന് അതിന്റെ ഫെദേഴ്സ് നഷ്ടപ്പെട്ടു പോയാൽ അത് കഴിഞ്ഞുകൊണ്ടിരിക്കത്തില്ല, അത് വ്യാകുലപ്പെട്ടിരിക്കത്തില്ല. അതെന്ത് ചെയ്യും? ഒരു പുതുക്കത്തിലേക്ക് അത് വരും. കാരണം അതിനറിയാം ഒരു പുതിയ തൂവലിലേക്ക് കടന്നു വരും. സഹോദരന്മാരെ, ഞാൻ വിളിച്ചു പറയട്ടെ, ഒരു പുതിയ തൂവല് കർത്താവ് തരും. ഈ 2021 ഒരു പുതിയ തൂവലേക്ക് നിങ്ങൾക്ക് തരട്ടെ. ദുഃഖിച്ചിരിക്കണ്ട. പൊഴിഞ്ഞുപോയ തൂവലിനെ ഓർത്ത് കരഞ്ഞിരിക്കുകയല്ല, കിളുക്കാനുള്ള പുതിയ തൂവലിനെ ഓർത്ത് ആമേൻ പറയാൻ എത്ര പേര് തയ്യാറാകുന്നു? ചില നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചതോർത്ത് വ്യാകുലപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തത്താൽ ചെയ്യും, രക്തത്താൽ ചെയ്യും. കർത്താവ് സകലതും മടക്കി തരുവാൻ മതിയായ ദൈവമാണ്. ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങളിൽ വ്യാകുലപ്പെട്ടിരിക്കാതെ ഒരു പുതുക്കത്തിന്റെ അനുഭവത്തിനായി ചിന്തവകയിൽ പ്രാർത്ഥിക്കൂ. ചിലത് നാം അറിയാതെ നഷ്ടപ്പെട്ടു പോകുന്നതുണ്ട്. ഒരു ഭാഗം കൂടെ പറഞ്ഞാൽ ഈ മെസ്സേജ് അവസാനിപ്പിക്കാൻ എനിക്ക് കഴിയത്തുള്ളൂ. ചിലത് അറിയാതെ നഷ്ടപ്പെട്ടു പോകുന്നതുണ്ട്. ഹല്ലേലൂയ. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം പരിശോധിക്കുമ്പോൾ യോർദാങ്കൽ മരമുറിക്കുവാനെത്തിയ കുറെ ആളുകളെ അവിടെ കാണുന്നുണ്ട്. പ്രവാചക ശിഷ്യന്മാര് മരമുറിക്കുവാനായിട്ട് പോകുമ്പോൾ അവർക്ക് അവിടെ ചിലത് നഷ്ടപ്പെടുവാനായിട്ടിടയായിത്തീരുന്നു. എന്താണ് നഷ്ടപ്പെട്ടത്? അവരുടെ കോടാലി നഷ്ടപ്പെടുവാനായിട്ടിടയായിത്തീർന്നു. പ്രതീക്ഷകൾ തീർന്നു. എന്നേക്കുമായി പ്രതീക്ഷകൾ അസ്തമിച്ചു പോയി. ഇനിയും സാധ്യതയില്ല, ഇനിയും സാധ്യതയില്ല, ഇനി അത് കിട്ടത്തില്ല. കാരണം യോർദാന്റെ ആഴങ്ങളിൽ എന്ത് സംഭവിച്ചു? അത് പോയി, അത് വീണ്. ഇനി ലഭിക്കുമോ? അച്ഛാ, ഏതൊരു സാധ്യതയുണ്ടോ? There is no possibility. ഒരു സാധ്യതയുമില്ല അത് ലഭിക്കാൻ. കുഞ്ഞ സാധ്യതയുണ്ടോ? കാരണം യോർദാന്റെ ആഴങ്ങളിൽ അത് വീണുപോയി. നഷ്ടമായത് തിരികെ ലഭിക്കുവാനുള്ള സാധ്യതയില്ല. പക്ഷേ നഷ്ടപ്പെട്ടവൻ എന്ത് പറഞ്ഞെന്നറിയാമോ? നഷ്ടപ്പെട്ടവൻ ഒരു കാര്യം പറഞ്ഞു. നഷ്ടപ്പെട്ടവൻ ഒരു തീരുമാനമെടുത്തു. നഷ്ടപ്പെട്ടവൻ ആരോട് പറഞ്ഞു? ആരോട് പറഞ്ഞു? ഏലിശയോട് പറഞ്ഞു. ഏലിശയോട് പറഞ്ഞു, ഇതാ നഷ്ടം വന്നു. ഞാൻ വായ്പമായിരുന്നു, അതെന്റെ പോലും അല്ലായിരുന്നു. അത് പോയി, അത് നഷ്ടപ്പെട്ടു പോയി, അത് ഊരി വെള്ളത്തിൽ വീണു. ഇന്ന് പകൽ പറയട്ടെ, എവിടെയാ നീ വീണത്? എവിടെയാ പ്രാർത്ഥനയിൽ വീണുപോയത്? എവിടെയാ ആത്മീയത്തിൽ വീണുപോയത്? എവിടെയാ സന്തോഷത്തിൽ വീണുപോയത്? എവിടെയാണ് പരാജയം വന്നത്? എന്താണ് നഷ്ടപ്പെട്ടു പോയത്? ജീസസ്. ഉടനെ വലിയ പ്രവാചകനാകുന്ന ഏലിശ ചോദിച്ചതെന്നറിയാമോ?
എവിടെയാണത് വീണത്? ഓ ഹല്ലേലൂയ. യേശു ക്രിസ്തുവാകുന്ന എലീശ ഇന്ന് പകൽ ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയട്ടെ, ഇന്ന് എലീശ ഇല്ല, അത് തിരികെ തരുവാൻ. ഇന്ന് എലീശ ഇവിടെ പ്രസക്തമല്ല, പക്ഷെ ഇന്ന് ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്. യേശു ക്രിസ്തു കർത്താവ് പറഞ്ഞു, എന്റെ സന്തോഷം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ആ സന്തോഷം നിങ്ങൾ ഇരിക്കേണ്ടതിനും ആ സന്തോഷം നിങ്ങൾക്ക് പൂർണ്ണമാകേണ്ടതിനുമാണ് ഇത് പറയുന്നത്. അങ്ങനെയെങ്കിൽ എവിടെയാ വീണമെന്നൊന്ന് പറഞ്ഞു കൊടുക്കാമോ? ഞാൻ ചിലയിടത്ത് വീണുപോയി, ചിലയിടത്ത് എനിക്ക് നഷ്ടങ്ങൾ വന്നു, ചിലയിടത്ത് എനിക്ക് പരാജയങ്ങൾ വന്നു, ജീസസ്, ചിലയിടത്ത് എനിക്ക് തോൽവി വന്നു. അത് നമ്മുടെ കുറിവാക്യം പോലെ അത് രക്ഷയുടെ സന്തോഷത്തിലാണോ പാപത്തിലാണോ നീ വീണുപോയത്? ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തപ്പോഴാണോ വീണുപോയത്? ദൈവഹിതമല്ലാത്ത ചെയ്താണോ വീണുപോയത്? കാണിച്ചു കൊടുക്കേ. പരിഹാരം യേശുവിനുണ്ട്, പരിഹാരം കർത്താവിനുണ്ട്. എവിടെയാ വീണോന്ന് പറ. ഒന്ന് എറിഞ്ഞ് കാണിച്ചു കൊടുക്കാൻ തയ്യാറാണ്. അവിടെയാ വീണുപോയത്, ഇന്ന സ്ഥലത്താ വീണുപോയത്, ഇന്ന സംഭവത്തിലാണ് ഞാൻ വീണുപോയത്, ഇന്ന വാക്കിലാണ് ഞാൻ വീണുപോയത്, ഇന്നടത്താണ് ഞാൻ വീണുപോയത്. ഇവിടെ എനിക്ക് പരാജയം പറ്റിയത്, എന്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് പരാജയം പറ്റി, ഞാൻ വീണു, അറിയാതെ പറ്റിയതാ, അബദ്ധം പറ്റിയതാ. ഞാൻ കാണിച്ചു തരാം. ഇന്ന് പകൽ നഷ്ടമായതിനെ തിരികെ തരുവാൻ ദൈവം മതിയായി, യേശു മതിയായി. അങ്ങനെയെങ്കിൽ നഷ്ടമായതിനെ തിരികെ പ്രാപിക്കൂ, നഷ്ടമായതിനെ മടക്കി പ്രാപിക്കൂ. ദൈവസ്ഥലത്തിൽ എഴുന്നേൽക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റുന്ന ഈ ശുശ്രൂഷകൾക്ക് ഞാൻ വിരാമം കുറിക്കാൻ പോവുകയാണ്. ഈ മെസ്സേജിന്റെ മറ്റൊരു ഭാഗം കൂടി ഉണ്ടെങ്കിൽ ഇത് പൂർത്തീകരിക്കാൻ കഴിയത്തുള്ളൂ. ബാക്ക് ടു ദ ജോയ്, സന്തോഷത്തിലേക്ക് മടങ്ങി വരിക. ബാക്ക് ടു ദ പ്ലേസ് ഓഫ് റിപ്പന്റൻസ്, അനുതാപത്തിന്റെ സ്ഥലത്തേക്ക് നീ മടങ്ങി വരിക. ഓ, ബാക്ക് ടു ദ പ്ലേസ് ഓഫ് റെസ്റ്റോറേഷൻ, യഥാസ്ഥാനത്തിന്റെ സ്ഥലത്തിലേക്ക് നീ മടങ്ങി വരിക. അനുതാപത്തിലേക്ക് മടങ്ങി വരിക, സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് മടങ്ങി വരിക, കരുണയുടെ അനുഭവത്തിലേക്ക് മടങ്ങി വരിക. എവിടെയാണ് പോയത്? എവിടെയാണ് നിന്റെ നഷ്ടം വന്നത്? ബിസിനസ്സിലാണോ? എവിടെയാണ് ഊരിപ്പോയത്? എവിടെയാണ് അബദ്ധം വന്നത്? എവിടെയാണ് അബദ്ധം വന്ന് വീണത്? എവിടെയാ പോരായ്മ വന്നത്? ഓ ജീസസ്, 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 ജീസസ്. ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുക്കാൻ എത്ര പേര് തയ്യാറാകുന്നു? കർത്താവെ, ഞാൻ കാണിച്ചു തരുന്നു, ഞാൻ ഇന്ന പോയിന്റിലാണ് വീണിരിക്കുന്നത്, ഞാൻ ഇന്ന സ്ഥലത്താണ് വീണിരിക്കുന്നത്. എന്നെ ദൈവസന്നിധിയിൽ തരുന്നു, എന്നെ സമർപ്പിക്കുന്നു, എനിക്ക് മടക്കി തരണം. ഈ 2021 നഷ്ടമായതെല്ലാം എനിക്ക് മടക്കി തരണം. അങ്ങനെ ആഗ്രഹിക്കുന്നവരൊന്ന് കരം ഉയർത്തിപ്പിടിച്ചാൽ, കർത്താവിൽ 2020 ചിലവ് നഷ്ടപ്പെട്ടു പോയി, 19 നഷ്ടപ്പെട്ടു പോയി, അല്ല 2015 നഷ്ടപ്പെട്ടു, അല്ല നാളുകൾക്ക് മുൻപേ നഷ്ടപ്പെട്ടു. കർത്താവിൽ ചിലതിനെ മടക്കി തരണം. ചില പുതിയ അനുഭവം, ഒരു പുതിയ തൂവൽ എനിക്ക് തരണം. എനിക്കും ചിലത് വേണം. ഞാനൊരു അംബിക മാഡത്തിനെ ഇവിടെ വരച്ചു കാട്ടിയതുപോലെ എനിക്കും വേണം സല്യൂട്ട് എന്ന് പറയുന്ന ഒരു തീരുമാനിച്ചിരിക്കുന്ന യുവാക്കളെ, യുവതികളെ, തീരുമാനിച്ചിരിക്കുന്ന ദൈവജനമേ, എനിക്കും ചിലത് പ്രാപിക്കണം. ദൈവത്തിങ്കൽ എനിക്ക് ചിലത് മടങ്ങി പ്രാപിക്കണം. എന്റെ സന്തോഷം എനിക്ക് തിരികെ പ്രാപിക്കണം. ആത്മീയ അനുഭവങ്ങൾ എനിക്ക് തിരികെ പ്രാപിക്കണം. യെസ്, എന്നെ അതിനെ ഏൽപ്പിക്കുന്ന കർത്താവേ, രക്ഷയുടെ സന്തോഷത്തിലേക്ക് എന്നെ മടക്കി വരുത്തുന്ന റെസ്റ്റോർ മീ ദ ജോയ് ഓഫ് യുവർ സാൽവേഷൻ. നിന്റെ രക്ഷയുടെ സന്തോഷത്തിലേക്ക് കർത്താവേ, ചിലത് ദൈവം അനുവദിച്ചിട്ട് നഷ്ടം വന്നെന്ന് ഞാൻ കരുതുന്നു, ഞാൻ ചിന്തിക്കുന്നു. എന്നാൽ ഇരട്ടിയായി മടക്കി തരാൻ ദൈവം മതിയാണ്. കുഞ്ഞെ, നിന്റെ ഭാവി അടഞ്ഞിട്ടില്ല, നിന്റെ പ്രായം കഴിഞ്ഞിട്ടില്ല, നിനക്ക് ഇനിയും സാധ്യതയുണ്ട്. നിനക്ക് നഷ്ടമായത് തിരികെ പ്രാപിക്കാൻ ഇനിയും സാധ്യതയുണ്ട്. പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയിൽ വചനം കേട്ട് സമർപ്പിക്കുന്നവർക്ക് പുതിയ വഴികൾ, നഷ്ടമായത് മടക്കി കൊടുക്കുക. ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നതിനായി സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തിയുടെ വെളിപ്പെടുന്നതിനായി സ്തോത്രം. സന്തോഷങ്ങൾ മടക്കുന്നതിനായി സ്തോത്രം. ജീവിതത്തിൽ നഷ്ടമായത് മടക്കി വരുത്തുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ.
അതിനായിട്ട് ജനത്തെ ഏൽപ്പിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. രക്ഷകമാം പരമാനന്ദം നീ വീണ്ടും നൽകണമെന്നാഥ. കന്മഷമിയലാതൊരു മനമെന്നിൽ ചിന്മയരൂപാ